ഇനി നമ്മൾ അടുത്ത ഘട്ടം പ്രതീക്ഷിക്കുന്നത് ഈ ജാമ്യ ഉത്തരവ് ദുർഗിലെ ജയിലിലേക്ക് എത്തണം. ബിലാസ്പൂരിൽ നിന്നും കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് എത്തേണ്ട ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ ഏത് സമയത്തോടു കൂടി മോചനം സാധ്യമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ബാലു? പ്രജീഷ്, ഈ മോചനം ഇന്ന് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. കാരണം ബിലാസ്പൂരിലെ പ്രത്യേക പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് സെഷൻസ് ജഡ്ജ്, അതായത് NIA കോടതിയുടെ ജഡ്ജി സിറാജുദ്ദീൻ ഖുറേഷിയുടെ ഈ ജാമ്യ ഉത്തരവിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ പകർപ്പ് ദുർഗിലെ ജയിലിൽ എത്തിക്കുമ്പോഴാണ് ഈ ജാമ്യവുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കേണ്ടത്. ഇത് ഒരു പ്രത്യേക NIA കോടതിയിൽ നിന്നായിരുന്നു, അതായത് സ്പെഷ്യൽ NIA കോർട്ടിൽ നിന്നായിരുന്നു ഈ ജാമ്യത്തിൻ്റെ സംബന്ധിച്ചുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ വിചാരണ കോടതിയിലാണ് മറ്റ് ജാമ്യ നടപടികളൊക്കെ തന്നെ പൂർത്തീകരിക്കേണ്ടതായുള്ളത്. തുടർന്ന് അതിൻ്റെ ഉത്തരവ് ഈ ദുർഗിലെ ജില്ലാ ജയിലിൽ എത്തുമ്പോൾ, ഡിസ്ട്രിക്ട് ജയിലിൽ എത്തിയാൽ ഉടൻ തന്നെ ഈ കന്യാസ്ത്രീമാരുടെ മോചനം ഉണ്ടാകാനാണ് സാധ്യത. അത് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ഈ അഭിഭാഷകരിൽ നിന്നും മറ്റും നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ഉത്തരവിൻ്റെ പകർപ്പ് ഇതിനോടകം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രജീഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കർശനമായ വ്യവസ്ഥകളൊന്നും തന്നെ ഈ ജാമ്യത്തിൽ നൽകുമ്പോൾ ഉണ്ടായിട്ടില്ല. അതായത് സാധാരണഗതിയിൽ ഈ അന്വേഷണം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശിക്കരുത്, അല്ലെങ്കിൽ സംസ്ഥാനം വിട്ടുപോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ, പല നിർദ്ദേശങ്ങളുമൊക്കെ ഈ ജാമ്യ ഉത്തരവിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അത്തരം ഈ നിർദ്ദേശങ്ങളൊന്നും തന്നെ ഈ പ്രിൻസിപ്പൽ ജഡ്ജ് മുന്നോട്ട് വച്ചിട്ടില്ല. മറിച്ച് 2 ആൾ ജാമ്യം, 50,000 രൂപയുടെ 2 ആൾ ജാമ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പാസ്പോർട്ട് കെട്ടിവെക്കണം, രാജ്യം വിട്ടുപോകുന്നതിന് മുമ്പ് കോടതിയുടെ അനുമതി വാങ്ങുന്നതിന് വേണ്ടിയാണ് അത്തരമൊരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ് ഇപ്പോൾ ഈ മുന്നോട്ട് വച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അതായത് കന്യാസ്ത്രീമാർക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്, അവർ ഇനി ജയിലിൽ നിന്ന് പുറത്തേക്ക് വരാം. പക്ഷേ ഈ കേസിൻ്റെ ഭാവി എന്തായിരിക്കുമെന്നതാണ് ഇനി അറിയേണ്ടതായിട്ടുള്ളത്. സ്വാഭാവികമായും ഇതിലെ FIR കോഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീമാർക്ക് അതുപോലെ തന്നെ നേരത്തെ അറസ്റ്റിലായിരുന്ന ഒരാളും 3 പേർക്കും ജാമ്യം കിട്ടിയിട്ടുണ്ട്. ആ 3 പേരും വൈകാതെ തന്നെ ഈ ഛത്തീസ്ഗഡ് ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ഒരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരുന്നത്. കാരണം അങ്ങനെയാണ് ഇന്ന് CBCIയുടെ മറ്റും ഈ അഭിഭാഷകരും മറ്റും സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ആ ഘട്ടത്തിൽ ഛത്തീസ്ഗഡ് പോലീസ് എടുക്കുന്ന നിലപാടായിരിക്കും ഏറ്റവും നിർണായകമായി വരുന്നത്. കാരണം ഛത്തീസ്ഗഡിലെ തന്നെ സമാനമായ പല തരത്തിലുള്ള ഇതുപോലെ ഈ സമാനമായ പല കേസുകളും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രത്യേകിച്ച് ഈ ഒരു കേസിൽ മാത്രം ഒരു ഇത് സന്തോഷത്തിന്റെയൊക്കെ തന്നെ ആത്മനിർവൃതിയുടെയും ദിവസങ്ങളാണ് എന്നാണ് സഭാ നേതൃത്വത്തിന്റെ ഒക്കെ തന്നെ പ്രതികരണം വരുന്നത്. ജാമ്യം ലഭിച്ചതിൽ സന്തോഷമെന്നാണ് കന്യാസ്ത്രീകളുടെ കുടുംബം അവർ പ്രതികരിച്ചത്. ദുർഗ ജയിലിന് മുന്നിൽ വൈകാരിക പ്രതികരണങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. അതിലേക്ക് കൂടി വലിയ സന്തോഷം, എല്ലാവർക്കും നന്ദി പറയുന്നു. സത്യം ജയിച്ചു. എല്ലാവർക്കും ആരോടൊക്കെ എനിക്ക് പേര് പറയാൻ അറിയത്തില്ല, എല്ലാവരോടും നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ ജീവനാണ് അതിനകത്ത് കിടന്നത്. എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇവിടെ തങ്ങിയത്. എൻ്റെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പരിശ്രമ ഫലമായിട്ടാണ് ജാമ്യം കിട്ടിയത്. ഞാൻ ഒരാളെയും താത്തി സംസാരിക്കുന്നില്ല. എന്നുള്ള കേസ് തള്ളിപ്പോവും. കാരണം അത് തെറ്റിദ്ധാരയുടെ പുറത്തും ചില സമ്മർദ്ദങ്ങൾക്കും വേണ്ടി എടുത്തതാണ്. സന്തോഷത്തോടെയാണ് ജാമ്യം കിട്ടിയ ഉത്തരവിനെ കന്യാസ്ത്രീകളുടെ കുടുംബം സ്വീകരിച്ചത്. പിന്തുണച്ചവർക്ക് നന്ദിയെന്ന് സിസ്റ്റർ വന്ദനയുടെയും സിസ്റ്റർ പ്രീതിയുടെയും ബന്ധുക്കളും പ്രതികരിച്ചു. എനിക്ക് സമാധാനം. പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയായിരുന്നു. ഇപ്പം എനിക്കൊന്നും കുറച്ച് മുമ്പ് വരെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. വി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും തുടരുന്നുണ്ട്. ബാലു, പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്തായാലും ആശ്വാസം 9ാം ദിവസത്തേക്ക് എത്തുകയാണ്. എത്തുമ്പോൾ അവിടെ പ്രധാനപ്പെട്ടത് പലതരത്തിലുള്ള നീക്കങ്ങൾ, സമവായ സാധ്യതകൾ അത് പല കോണുകളിൽ നിന്നും ഉണ്ടായി. രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയൊക്കെ തന്നെ ഉള്ള നീക്കങ്ങൾ നടന്നു. അങ്ങനെ സംസ്ഥാന സർക്കാർ നിലപാടിൽ മയപ്പെടുത്തുന്നു. NIA കോടതിയിൽ കർശന വ്യവസ്ഥകളോ അല്ലെങ്കിൽ അതിനൊന്നും ആവശ്യപ്പെടുന്നില്ല. കസ്റ്റഡിയിൽ പോലും ആവശ്യപ്പെടാതിരുന്ന സാഹചര്യമൊക്കെ തന്നെയാണ് ഗുണകരമായി മാറിയത്. ഇനിയിപ്പോൾ ഈ കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായിട്ടാണ് മുന്നോട്ട് പോകപ്പെടുന്നത്. അങ്ങനെയുള്ള ആവശ്യമാണ് കോടതി. കാരണം
ഇത്തരം കേസുകൾ അത് ഛത്തീസ്ഗഡിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും സമാന കേസുകളുമായി വ്യവഹാരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടേയിരിക്കുന്നു, അക്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അപ്പോൾ ഇനി ഛത്തീസ്ഗഡ് സർക്കാർ അടുത്ത കോടതിയിൽ എന്തായിരിക്കാം ഇനി നിലപാട് ഇക്കാര്യത്തിൽ അറിയിക്കുക എന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. മയപ്പെടൽ ആ നിലയ്ക്കുണ്ടാകുമോ? ഈ കേസ് റദ്ദാക്കലുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങളെ എങ്ങനെയാണ് കാണുന്നത് നിയമപരമായി? പ്രതീക്ഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ചുമത്തപ്പെട്ടിരിക്കുന്ന വകുപ്പുകളാണ്. അതായത് BNS-ലെ പുതിയ BNS-ലെ 143-ാം വകുപ്പ് ഉൾപ്പെടെയാണ് ചുമത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ വലിയ തോതിലുള്ള സാധാരണഗതിയിലൊക്കെ ഈ ജാമ്യം ഈ പ്രാരംഭഘട്ടത്തിലൊക്കെ ലഭിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ കൂടിയും ഇപ്പോൾ ഇത്തവണ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കാത്തതിനാൽ